വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 25-ാം വാക്യം. അബ്രഹാം അവനോട് പറഞ്ഞു, മകനെ, നിന്റെ ആയുഷ്കാലത്ത് നീ നന്മയും ലാസർ തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ആശ്വസിക്കുന്നു, നീയും വേദന അനുഭവിക്കുന്നു. ഈ രണ്ട് ജീവിത സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അല്പസമയത്തേക്കെന്നാണ്. നമുക്കറിയാം, ധനവാന്റെ കാര്യവും ലാസറിന്റെ കാര്യവും രണ്ട് ജീവിത സാഹചര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയപ്പെടുന്നത് ഈ സമയം കടന്നു പോകുമെന്നാണ്. ധനവാനെ സംബന്ധിച്ച് അവന്റെ സമ്പാദ്യവും അവന്റെ സ്ഥാനമാനങ്ങളും എല്ലാം അവനെ വളർത്തിയിരുന്നാലും അവൻ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈ സന്തോഷവും അവനെ വിട്ടു പോകുമെന്നാണ്. അതുപോലെയാണ് ലാസറിന്റെ കാര്യത്തിൽ. ലാസറിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ കഷ്ടപ്പാടുകളും അധ്വാനങ്ങളും എല്ലാം അവനെ മുന്നോട്ട് നയിക്കുമെന്നാണ്. ഒരു പുതിയൊരു പ്രത്യാശ അവനെ ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അവന്റെ ജീവിതത്തിൽ. ഈ രണ്ട് ജീവിത സാഹചര്യവും നമുക്ക് ഈ നോമ്പുകാലത്ത് നമുക്ക് ഒന്ന് ഓർമ്മിക്കാം. നമ്മൾ ധനികനാവുന്നത് നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടല്ല, നമ്മുടെ അധ്വാനം കൊണ്ടാകാം. എന്നിരുന്നാൽ പോലും ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആർഭാടത്തോടെ ജീവിക്കുമ്പം, നമ്മൾ ആർഭാട ജീവിതം നയിക്കുമ്പോഴും നമ്മുടെ കൂടെ ഒരു സമൂഹം അതിന് ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ നോമ്പുകാലത്ത് നമ്മൾ ഉള്ളത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുക. നമ്മൾ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ, അയൽക്കാർ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. യേശുനാഥൻ പറഞ്ഞ പോലെ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരു ആശയം നമുക്ക് ഈ നോമ്പുകാലത്ത് ആലോചിക്കാം. ഉള്ളത് ഇല്ലാത്തവരുമായി നമുക്ക് പങ്കുവയ്ക്കാം.